അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ചപ്പാത്തിയാണ് കേട്ടോ. ഇത് കുറച്ച് ചൂടാക്കിയ വെള്ളമാണ്. അതിക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ. ഉപ്പ് പാകണം എന്നിട്ട് നോക്കണം നമ്മൾ. അപ്പോൾ ഒന്ന് അതിൽ അലിയട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കട്ടോ. ഏത് പൊടിയാണെങ്കിലും മൈദയാണെങ്കിലും റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ആട്ടയാണെങ്കിൽ എന്താണെങ്കിലും നമ്മളൊന്ന് അരച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി ഇടാമല്ലോ. ചിലപ്പോൾ ഈ കറുത്ത ജന്തുക്കളുണ്ടാവും, പിക്കളോ എന്താ ഉള്ളത് നമുക്ക് കാണാൻ കഴിയുമല്ലോ എന്തായാലും. അപ്പോൾ ഒന്നിങ്ങോട്ട് അരച്ചെടുക്കട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ അളവ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ട് എടുക്കുക. ഞാൻ അളവൊന്നും പറയണില്ല. ഇത് ഞങ്ങൾക്ക് രണ്ടാക്കുള്ളതാണ് കേട്ടോ. ഞങ്ങൾക്കൊരു 4-5 ചപ്പാത്തിയൊക്കെ മതി. ഈ വെള്ളത്തേക്ക് നമ്മൾ ലേശം സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതി, ഞാൻ ലേശമല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളെന്ത് ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് ഈ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് കുറേശ്ശെ ഇതിലേക്ക് പോരാ കേട്ടോ. വെള്ളം ഏറാൻ പാടില്ല. പാകത്തിന് പാർന്നിട്ട് നന്നാക്കി ഒന്ന് ഇളക്കട്ടോ. കൈ നല്ലോണം വൃത്തിയിൽ കഴുകണം കേട്ടോ. ഞാൻ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയതാണ്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടോ. ഇങ്ങനെ എല്ലായിടത്തും വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ച് നോക്കിയിട്ടേ പിന്നെ വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഏറും. വെള്ളം ഏറി കഴിഞ്ഞാൽ പിന്നെ അത് പരത്തുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോവും. അപ്പോൾ സ്പൂൺ കൊണ്ട് നമ്മൾ എല്ലായിടത്തും കൂടി കുറഞ്ഞ ചൂടുള്ള വെള്ളമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ആവും ചെയ്യും. പച്ചവെള്ളമല്ലല്ലേ നമ്മൾ കൂട്ടണത്. പച്ചവെള്ളം കൂട്ടി കഴിഞ്ഞാൽ ചുട്ട് കഴിഞ്ഞാൽ ഒരു ഉറപ്പുണ്ടാവും കേട്ടോ. ഒരു വെറുകലിച്ചിക്കണ പോലെ കാണാം, ഒരു ബലം പിടിച്ചിട്ട്. അപ്പോൾ അതൊരു തിന്നാൻ സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഭാഗത്തെ വെള്ളത്തിൽ. അപ്പോൾ നമ്മളെ കയ്യുമ്മലൊന്നും ഒട്ടി പിടിക്കാത്ത ഇങ്ങനത്തെ ഒരു പരുവത്തിൽ നമ്മൾ ശരിക്കും കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം ഏറി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൻ്റെ വിരലും കൂടി കാകെ ഒട്ടി പിടിച്ചുകൊണ്ടേക്കാറ്. പിന്നെ അത് ശരിയാക്കാൻ കൂട്ടിരിക്കണം. അപ്പോൾ വെള്ളം ഏറുന്നത് ആദ്യമേ ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും വരില്ല. കുറേശ്ശെ പാർന്നു കൊടുത്താൽ മതിയല്ലോ, എന്നാൽ പിന്നെ വെള്ളം ഏറില്ലല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഉസാറായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 കൈ നല്ലോണം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, തുടക്കക്കാരൊക്കെ, കല്യാണം കഴിഞ്ഞവരൊക്കെ ഇപ്പോൾ അടുത്ത് അങ്ങനത്തേക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ. അപ്പോൾ അവരൊക്കെ കാണുകയാണെങ്കിൽ നന്നാവും. അപ്പോൾ ഒരു പാകത്തെ ബോളാക്കിയിട്ട്, ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം കുറച്ചൊരു വലിയ ബോളാക്കിയിട്ടാണ് എടുക്കണത്. പിന്നെ കുറേ നേരം പരത്തിയിരിക്കണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ടാക്കല്ലേ. അപ്പോൾ ഏകദേശം ഒരു ഇത്ര പോന്ന ബോളൊക്കെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഈ ഒരു ഗ്രാനൈറ്റുമ്മ നമ്മളെ കിച്ചണിലുള്ള ഇങ്ങനത്തെ ഗ്രാനൈറ്റ് മോറ് വൃത്തിയാക്കിയിട്ടൊക്കെയല്ലേ പരത്തൽ. ഞാനിപ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ശീല മടക്കിയിടും കേട്ടോ, ഒരു കട്ടിക്കും വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒരു കട്ടിക്കും വേണ്ടിയിട്ട് ഇടും ഇങ്ങനെ. എന്നിട്ട് നമ്മളെ ഇങ്ങനത്തെ ഈ ചെമ്പട്ടി ഉണ്ടല്ലോ, വലിയ അടപ്പ് പാത്രം, ചെമ്പട്ടീൻ്റെയൊക്കെ ഒരു ചപ്പാത്തി പരത്താൻ പാകത്തൊക്കെ ഒരു അടപ്പ് പാത്രം കേട്ടോ ഉദ്ദേശിച്ചത്. എന്നിട്ട് എന്താ ചെയ്യുക, നല്ലോണം തൂർത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനത്തത് ഇങ്ങനെ വെക്കുക. ഈ ഭാഗമല്ല കേട്ടോ വെക്കണ്ട, ഈ ഭാഗം കുണ്ടാവും. ഇങ്ങനെ ഇതിൻ്റെ ഈ ഭാഗം പുറഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അത് ഇങ്ങനെ വെക്കുക അമർത്തിയിട്ട്. അപ്പോൾ ഇത് എങ്ങോട്ടും പോവില്ല. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പരത്തുന്നത്. അപ്പോൾ ഞാൻ പരത്തുന്നത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ നിറക്ക് ലേശം പൊടി ഇടുക. എന്നിട്ട് ഈ ഉരുട്ടി ചപ്പാത്തി മാവിൻ്റെത് അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിന് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റുമ്മലൊന്നും ഒട്ടി പിടിക്കണ മാതിരി ഒട്ടി പിടിക്കില്ല. എന്നാൽ നമുക്ക് ക്ലീൻ ആക്കാനും ബുദ്ധിമുട്ടില്ല. ഈ ഒരു പാത്രം മാത്രം എടുത്തിട്ടാണ്ട് ക്ലീൻ ആക്കി വെച്ചാൽ മതി. ശരിക്കും പരന്ന് കിട്ടും ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കോണ്ടി കേട്ടോ.
അപ്പോൾ ഇങ്ങനത്തെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ട്, ട്രിക്കുകളൊക്കെ ഇട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. എന്നാൽ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും.